ഹൈ ഗൈസ്, ബുക്ക് റീഡിങ്ങിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണക്കാക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ചെറുതായിട്ടൊക്കെ സംശയമുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഈ ബുക്ക് റീഡിങ്ങിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണക്കാക്കാം, എങ്ങനെ ഈ ഒരു ബുക്കുകളൊക്കെ നല്ല രീതിക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വായിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ എല്ലാവരും ഒരു സിനിമ കാണുന്നതായിരിക്കും. നമ്മളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഓരോ ജോണറിലുള്ള സിനിമകളായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അത് ഓരോരോ കാറ്റഗറിയിലുള്ളത്. ഇപ്പോൾ ആക്ഷനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമകളാണെങ്കിൽ അങ്ങനെ ഇവരും അപ്പോൾ ആക്ഷനെ കൂടുതലായിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമകളാണെങ്കിൽ അങ്ങനത്തെ സിനിമകളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ കോമഡി, അതുപോലെ തന്നെ റൊമാൻസ്, അങ്ങനത്തെ ജോണറിൽ കുറേയധികം മൂവി ജോണേഴ്സ് ഉണ്ട്, കുറേയധികം മൂവി കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ബുക്കുകളിലും കുറേയധികം കാറ്റഗറീസ് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്ര നോവൽ, അതുപോലെ തന്നെ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് നോവൽസ്, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ജോണറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോൾ സിനിമകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആക്ഷനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ ഒരു ആക്ഷനിൽ തന്നെ ഈ ഒരു ബുക്ക് റീഡിങ്ങും തുടങ്ങുക. ഇപ്പം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് മൈൻഡ് ആക്കണ്ട. അപ്പോൾ നിങ്ങൾ സിനിമകളുടെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ ജോണറാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കുകളുടെ കാര്യത്തിൽ നിങ്ങൾ അതുപോലെ അത് തന്നെ വായിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ആക്ഷൻ ജോണറിൽ ഉൾപ്പെടുന്ന ബുക്കുകൾ തന്നെ വായിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഒരു ആക്ഷൻ ജോണർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അത് കിട്ടുക എന്ന് പറയുന്നത് മിത്തോളജി ജോണേഴ്സിലായിരിക്കും. അപ്പോൾ മിത്തോളജി മാത്രമല്ല ചരിത്ര നോവൽസിൽ ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ഈ രമേശിൻ്റെ ബുക്കുകളായിട്ടുള്ള ശിവ, അതുപോലെ തന്നെ ഹാരി പോട്ടർ സീരീസൊക്കെ ആക്ഷൻ ബുക്കുകൾ, പിന്നെ പേഴ്സി ജാക്സൺ സീരീസ്, ആർക്കി ബുക്കുകൾ, അതൊക്കെ ആ ഒരു സീരീസിലുള്ള അല്ലെങ്കിൽ ആക്ഷൻ കാറ്റഗറിയിൽ പെടുന്ന ബുക്കുകൾക്ക് ഉദാഹരണമാണ് അങ്ങനത്തെ ചില ഫാൻറ്റസി ബുക്കുകളൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അമീഷിൻ്റെ ശിവ ട്രയോളജിയിലത്തെ 3ാമത്തെ ബുക്കാണ്. ഇത് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലും അതുപോലെ സെക്കൻഡ് പാർട്ടിലൊക്കെ ആയിട്ട് ഈ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദുര്യോധനൻ കൗരവംശത്തിൻ്റെ ഇതിഹാസം, ഇതിപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ആയതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ എന്ന് പറയുന്നത് ഇതിൽ മറ്റേ മഹാഭാരതമാണ്. അപ്പോൾ മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു നോവലായതുകൊണ്ട് തന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ 2ാം ഭാഗത്തിലാണ് കൂടുതൽ ആക്ഷൻ സീക്വൻസുകളാണെന്ന് കേട്ടത്. ഇതുവരെ ഇതിൽ വലിയ കാര്യത്തിലുള്ള ആക്ഷൻ സീക്വൻസുകളൊന്നും വന്നിട്ടില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമീഷിൻ്റെ പുസ്തകങ്ങളും, അതുപോലെ ആനന്ദ് നീലകണ്ഠൻ്റെ ബാഹുബലി സീരീസ്, അങ്ങനെയുള്ള സീരീസുകൾ നിങ്ങൾക്ക് വായിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആക്ഷൻ ജോണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്കുകൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് നോവൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് മൂവീസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമാണ്. ഇപ്പോൾ മൂവീസിൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിറ്റക്റ്റീവ് നോവൽസ് ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് തന്നെ തരിക. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഷെർലക് ഹോംസിൻ്റെ നോവൽസ് വായിക്കാവുന്നതാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഷെർലക് ഹോംസിൻ്റെ നോവൽസ് ഉണ്ട്. അതുപോലെ മലയാളത്തിലാണെങ്കിൽ കോട്ടയം പുഷ്പൻ്റെ കുറേയധികം നോവൽസ് ഉണ്ട്. ഭാസ്കർ വില്ലിലെ ഭീകർ എന്ന് പറഞ്ഞുള്ള ബുക്കിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ആ ബുക്ക് വായിക്കാവുന്നതാണ്, അതുപോലെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ബുക്കുകളിനെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് റോം കോം ജോണറിലുള്ള പുസ്തകങ്ങളാണ് ഇഷ്ടമെങ്കിൽ ബഷീറിൻ്റെ പ്രേമലേഖനം, പിന്നെ അതുപോലെ തന്നെ ആനന്ദി ഗ്രാം എന്ന് പറഞ്ഞുള്ള ബുക്കില്ലേ, അതൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പറയാനുള്ളത്. പിന്നെ പുതിയ എഴുത്തുകാർ പുതിയ ജോണേഴ്സൊക്കെ ബുക്കുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ മായാകിരൻ്റെ പോലത്തെ എഴുത്തുകാരൊക്കെ സ്പേസ് ഫിഷ് എന്നൊക്കെ പറയാനുള്ള ജോണേഴ്സൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ബുക്കുകളിൽ നമ്മൾ ഇതുവരെ കേട്ടില്ലാത്ത കുറേയധികം ജോണേഴ്സ്, ഇപ്പോൾ അങ്ങനെ കുറേയധികം ജോണേഴ്സൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നു. പിന്നെ ആക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 2ാം ഊഴം എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിൽ ആക്ഷൻ ഉണ്ട്, എന്നാൽ പോലും മൈന്യൂട്ടായിട്ടാണുള്ളത്. എന്നിരുന്നാൽ പോലും ക്ലൈമാക്സിൽ ദുര്യോധനെ കൊല്ലുന്നൊരു ഇതുണ്ടല്ലേ, ഭീമ വേഴ്സസ് ദുര്യോധന ഫൈറ്റ്, അത് വേറെ ലെവലായിട്ടാണ് അതിൽ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളത് ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എഴുത്തുകാരനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ മുട്ടിയുടെ ബുക്കാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിയുടെ എഴുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെജൻഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ ഏതാണ്, ആ ഇഷ്ടപ്പെട്ട ജോണറിലുള്ള ബുക്കുകൾ തന്നെ നിങ്ങൾ വായിച്ചു തുടങ്ങുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബുക്ക് വേണമെങ്കിൽ വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കയറും. ഞാൻ അങ്ങനെയാണ് കുറേയധികം ബുക്കുകളൊക്കെ ഇപ്പോൾ വായിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ജോണറൊക്കെ മാറ്റി പിടിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിനി വായിച്ചു തീരാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ശിവ 3 എന്ന് പറയുന്ന ഈ സീസൺ, പിന്നെ നറൂട്ടോ കോമിക് ബുക്കുകളിലൊക്കെ കുറേ ആക്ഷൻ ഉണ്ടാവും.
ഇപ്പോൾ മാങ്ക ആയിട്ടുള്ള നറൂട്ടാവോ പോലത്തെ സീരീസുകളിലൊക്കെ ഉണ്ടാവും. അതുപോലെ സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലത്തെ ബുക്കുകൾ ഇപ്പോൾ ലഭ്യമാണ് ആമസോണിലെ, ഫ്ലിപ്കാർട്ടിലൊക്കെ. പിന്നെ ദുര്യോധനൻ അതുപോലെ തന്നെ രാവണൻ, ഈ 3 ബുക്കുകളാണ് എനിക്കിനി വായിച്ച് തീരാനുള്ളത്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 3 ബുക്കുകളാണ്. രാവണൻ്റെ വായിച്ച് തീരാറായി, ചിലപ്പോൾ 2 ദിവസം കൊണ്ട് വായിച്ച് കഴിയും. അപ്പോൾ നമ്മൾ റിവ്യൂക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എന്ത് വീഡിയോ പറയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതൊരിക്കും ബൈ ബൈ.